സാങ്കേതിക സംശയത്തിൽ വൈകില്ല, നിങ്ങൾക്ക് ഉടൻ പോകാമെന്ന് എമിഗ്രേഷനിലുള്ളവർ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ സ്ഥിതി മാറി മറിഞ്ഞു. വിമാനം പുറപ്പെടാൻ സമയമായിട്ടും അദ്ദേഹത്തിന്റെ നടപടി പൂർത്തിയായില്ല. വിമാനത്തിന്റെ വാതിലടഞ്ഞു. അപ്പോഴേക്കും നടപടി പൂർത്തിയാക്കി ഓടിയെത്തിയെങ്കിലും പൈലറ്റ് വിമാനത്തിൽ കയറാൻ സമ്മതിച്ചില്ല. വാതിൽ തുറക്കപ്പെട്ടില്ല. ആമിറില്ലാതെ വിമാനം ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. അള്ളാഹുവാണ് ഹജ്ജിന് അവസരം നൽകുന്നത്, നിരാശപ്പെടേണ്ട. ഇത്തവണ നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല എന്നായിരുന്നു ആമിറിനോട് എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആമിറിന്റെ മറുപടി ഇതായിരുന്നു: ഞാൻ ഹജ്ജിന് നിയ്യത്തെടുത്തവനാണ്, അള്ളാഹു നിശ്ചയിച്ചാൽ ഞാൻ പോയിരിക്കും. പിന്നീട് നടന്ന സംഭവങ്ങളാണ് ആമിറിനെയും അറബ് ലോകത്തെയും അത്ഭുതപ്പെടുത്തിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ ആഗ്രഹം ആയുസ്സിൽ ഒരു പ്രാവശ്യം പടച്ച റബ്ബ് ഫറളാക്കിയ പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൻ്റെ ഉൾക്കിടിലമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി ആ ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ വിശിഷ്ട അതിഥി, കുടുംബത്തോടും ബന്ധുക്കളോടുമെല്ലാം യാത്ര പറഞ്ഞ് അള്ളാഹുവിൻ്റെ മന്ദിരത്തെ ലക്ഷ്യം വെച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന പ്രഖ്യാപനവുമായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ ആ ഹാജി അള്ളാഹുവിലേക്ക് യാത്രയായി. പക്ഷേ എയർപോർട്ടിൽ ഒരുപാട് നിയമ തടസ്സങ്ങൾ അയാൾക്ക് അനുഭവപ്പെട്ടു. എയർപോർട്ടിൻ്റെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഈ പ്രാവശ്യം അള്ളാഹു വിധിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അള്ളാഹുവിൻ്റെ മുന്നിൽ അടങ്ങാത്ത കുളിരോടുകൂടിയുള്ള പ്രാർത്ഥന അദ്ദേഹം അള്ളാഹുവിനോട് നടത്തിയിട്ടുണ്ടാകും. എന്നാൽ അവസാനം ആ ഹാജിക്കുണ്ടായ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ വീഡിയോയുടെ അവസാന ഭാഗം നമുക്ക് കേൾക്കാൻ കഴിയും. കാത്തിരുന്നു. വിമാനത്തിന് വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങൾ. വൈകാതെ വീണ്ടും തിരിച്ചിറക്കി. തകരാർ ശരിയാക്കിയെങ്കിലും പൈലറ്റിന് മാനസികമായ പിരിമുറുക്കം. ആമിറില്ലാതെ പോകില്ലെന്നായി പൈലറ്റ്. ഒടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ തുറന്നു. ജിദ്ദയിലെത്തിയപ്പോൾ ഒരുമിച്ച് ഫോട്ടോയെടുത്താണ് വിമാനത്തിലെ പൈലറ്റുമാരുൾപ്പെടെ അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. മക്കയിലേക്കുള്ള വഴി അള്ളാഹു എഴുതി വെച്ചതാണ്. ദേശഭാഷാ വർഗ ജാതി ഭേദമന്യേ അള്ളാഹുവിന്റെ വിളി കേട്ടെത്തിയ ശുഭ്രവസ്ത്രധാരികൾക്കൊപ്പം ഹറമിന്റെ മുറ്റത്ത് കാബക്ക് ചാരി ലബ്ബൈക്കിൽ അലിയുകയാണ്. അൽഹംദുലില്ലാഹ്. ആ ഹാജിയുടെ മനസ്സിൻ്റെ കുളിർമയും എത്രയാണ്. പടച്ച റബ്ബ് ആ വിശിഷ്ട അതിഥിയായി ഒരുപാട് തടസ്സങ്ങൾ പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും അൽഹംദുലില്ലാഹ് ആ പുണ്യമായ ആ മണ്ണിലേക്ക് ചവിട്ടാനും ഈ വർഷത്തെ ഹജ്ജ് അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജ് നിർവഹിക്കുവാനും ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന ഓരോ ഹാജിയുടെയും ഹജ്ജ് പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പടച്ച റബ്ബ് അവരെ സംരക്ഷിക്കുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഹജ്ജിനെ ആഗ്രഹിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും അള്ളാഹു അതിനുള്ള അവസരവും സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ.